ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മെറിറ്റ് സ്പോർട്സ് ക്വാട്ടകളിൽ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ മാറ്റത്തിനായുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 27 വരെ ഇന്ന് രാവിലെ 10 മുതൽ 27 ഉച്ചയ്ക്ക് 1 വരെ അപേക്ഷിക്കാം. പ്രവേശന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓരോ സ്കൂളുകളിലും ഒഴിവുള്ള സീറ്റുകളുടെ വിവരം ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് വ്യാജ വെബ്സൈറ്റുകൾ വഴി പണം തട്ടിയെടുക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. റൂമുകൾ ബുക്ക് ചെയ്യുന്നതിനായി എത്തുന്ന ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് തട്ടിപ്പ് നടക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ബാങ്കിംഗ് വിവരങ്ങൾ നൽകണമെന്ന് സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓൺലൈൻ ബുക്കിംഗ് വഴിയുള്ള വെർച്വൽ ക്യൂ സൗജന്യ ദർശന സംവിധാനം ഓഗസ്റ്റ് 4 മുതൽ നിലവിൽ വരും. പ്രാഥമിക ഘട്ടത്തിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ മാത്രമായിരിക്കും വെർച്വൽ ക്യൂ ദർശനം. ഒരു സ്ലോട്ടിൽ പരമാവധി 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി SBI ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ SBI പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ, ബിരുദാനന്തര കോഴ്സുകളിൽ പഠിക്കുന്നവർ, വിദേശത്ത് ഉപരിപഠനം നടത്തുന്നവർ എന്നിവർക്ക് വെവ്വേറെ സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. സെപ്റ്റംബർ 4 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വികസന വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം. MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ മാസം 29 വരെ ലഭ്യമായിരിക്കും. MG സർവകലാശാലയുടെ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.